അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തിന്റെ പ്രത്യേകത, നമ്മുടെ ഈ പഠനം നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ മനസ്സിൽ ഇതിന്റെ ചിന്തകള് ഒരു അയവിറക്കുന്ന, ധ്യാനിക്കുന്ന ഒരു സ്വഭാവമായിട്ടും മാറും. കാരണം ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന വേദഭാഗമാണ്. നമ്മൾ മരിക്കുന്നത് വരെ ഈ ഭാഗത്തു നിന്നുള്ള ഓർമ്മകള് നമ്മുടെ ഹൃദയത്തിൽ അലതല്ലും. ഞാനത് അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നമ്മള് ഒന്നാമത്തെ യാഗം എല്ലാം പഠിച്ചു എന്നല്ല, നമ്മളത് മനസ്സിലാകത്തക്കവണ്ണം പഠിക്കുകയുണ്ടായി. ഒന്നാമത്തെ യാഗം ഹോമയാഗമായിരുന്നു. നമ്മൾ കണ്ടു, പിതാവായ ദൈവം തൻ്റെ പുത്രനെ കണ്ടുകൊണ്ടാണ് ഇതൊക്കെ കൽപ്പിക്കുന്നത്. അവനെ കൽപ്പിച്ചാക്കിയപ്പോൾ ആദ്യം പറഞ്ഞത് ഹോമയാഗമാണ്, ബേൺഡ് ഓഫറിംഗ്. സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ദൈവപുത്രനെയാണ് ഹോമയാഗത്തിലൂടെ പിതാവ് വരച്ചു കാണിക്കുന്നത്. അവന്റെ വ്യത്യസ്ത സ്വഭാവങ്ങളെ വരച്ചു കാണിക്കുന്നതാണ് അവിടെ പറഞ്ഞ 3 യാഗവസ്തുക്കൾ. ആദ്യം പറഞ്ഞു, നിങ്ങളുടെ വഴിപാട് കന്നുകാലികളിൽ നിന്നാണെങ്കിൽ ഊനമില്ലാത്ത ആണായിരിക്കണം. ഊനമില്ലാത്ത ആണ് കാളയാണ്. കാള ദാസന്റെ ഒരു എംബ്ലമാണ്. ദാസന്റെ ഒരു സ്ഥാനത്ത് നിൽക്കുന്നു കാള. നമുക്ക് ആദ്യം യാഗത്തിൽ പറയുന്നതാ, ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. പിതാവായ ദൈവം പിതാവായ ദൈവം പറഞ്ഞു, ഇതാ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ. അപ്പൊ പിതാവ് പ്രസാദിച്ച ആ പിതാവിന് പ്രമോദമായ ആ പുത്രനെയാണ് കാളയിലൂടെ വരച്ചു കാണിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. രണ്ടാമത് ആടിനെ കുറിച്ച് പറഞ്ഞു. അവന്റെ സൗമ്യതയെ കാണിക്കുന്നു, അറുക്കുവാൻ കൊണ്ടുവന്ന ആടിനെ പോലെ. 3, പക്ഷികളിൽ നിന്ന് പ്രാക്കൾ മാത്രമേ ഉള്ളൂ. അത് ഇന്നസെൻസിന്റെ, പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണമെന്ന് പറഞ്ഞ വാക്കിൽ യേശുക്രിസ്തുവിന്റെ നിഷ്കളങ്കത വരച്ചു കാണിക്കുന്നതാണ് ഈ പ്രാക്കള്. നമ്മൾ ആദ്യത്തെ ആ 1-ാം അധ്യായം ഏതാണ്ട് പഠിച്ചത് കൊണ്ട് നമ്മൾ വിട്ടിട്ട് 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. 2-ാം അധ്യായത്തിൽ ഒരു ക്ലാസ് നമ്മൾ എടുത്തു. ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് ആവർത്തിച്ചു പോവുകയാണ്. ആരെങ്കിലും അത് കേട്ടിട്ടില്ലെങ്കിൽ അവർക്ക് അനുഗ്രഹമായി തീരാൻ, അല്ല പഠിച്ചവർക്ക് ഒന്നുകൂടെ അത് അയവിറക്കുവാനായിട്ട് നമുക്ക് നോക്കാം. 2-ാം അധ്യായത്തിൽ ഭോജനയാഗം അല്ലെങ്കിൽ മീൽ ഓഫറിങ് അല്ലെങ്കിൽ സീരിയൽ ഓഫറിങ്, ഇനി അതല്ലെങ്കിൽ അതിന് പറയേണ്ട പേര് ഗിഫ്റ്റ് ഓഫറിങ് എന്ന്. ഇതിന്റെ ശരിയായ പേര് തന്നെ ഗിഫ്റ്റ് ഓഫറിങ് എന്ന്. ദൈവം നമുക്ക് ദാനമായി നൽകിയ മിൻഖ എന്ന വാക്കിൽ നിന്നാണ് ഈ ഭോജനയാഗം എന്ന വാക്ക് വന്നിരിക്കുന്നത്. പിതാവ് നമ്മെ സ്നേഹിച്ച് പുത്രനെ നൽകി, പുത്രൻ നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ നൽകി, പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹിച്ച് പുത്രനുള്ളത് എടുത്ത് നമുക്ക് തരുന്നു. തൃത്വം നമുക്ക് വേണ്ടി ദാനമായി തരുന്നതാണ് ഈ അധ്യായത്തിന്റെ മനോഹരമായ പേര് തന്നെ. നമ്മളവിടെ പഠിക്കുകയുണ്ടായി. ദാവീദ് പറഞ്ഞ പോലെ ദൈവം നമുക്ക് തന്നത് അവന്റെ കയ്യിൽ നിന്ന് മേടിച്ച് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്. പിതാവായ ദൈവമാണ് പുത്രനെ നമുക്ക് നൽകിയത്. ആ പുത്രന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി അവന്റെ അടുക്കൽ വന്ന് പിതാവിന് എന്ത് പ്രമോദമായിരുന്നോ ആ പ്രമോദം നമ്മൾ പിതാവിന്റെ അടുക്കൽ അയവിറക്കുന്നതും എടുത്തു പറയുന്നതുമാണ് ആരാധന എന്ന് പറയുന്നത്. ദൈവം എന്തിൽ പ്രസാദിച്ചോ നമ്മളും അതിൽ പ്രസാദിക്കുമ്പോൾ പിതാവിനോടുള്ള കൂട്ടായ്മയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇതാ ഞാൻ പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. അവനിൽ പിതാവ് പ്രമോദിക്കുകയും പ്രസാദിക്കുകയും ചെയ്തപ്പോൾ ഞാനും നിങ്ങളും ആ പിതാവ് പ്രസാദിച്ചതിൽ പ്രമോദിക്കുകയും പ്രസാദിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ധ്യാന വിഷയമാകുമ്പോൾ നമ്മുടെ ആരാധനയാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത്. എത്ര മനോഹരമാണ്! നമുക്ക് പിതാവിനോടും പുത്രനോടും ആ വിധത്തിൽ കൂട്ടായ്മ ലഭിക്കുക. കൂട്ടായ്മ, ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് എന്നാണ്. വാട്ട് ഗോഡ് ഹാസ് ഷെയർഡ് ഈസ് ഷെയറിംഗ് വിത്ത് us. ദൈവം നമുക്ക് താൻ ആസ്വദിച്ചത് പങ്കുവെക്കുകയാണ് ആ ഫെലോഷിപ്പ്. നമ്മൾ എത്ര ഭാഗ്യശാലികളാണെന്നുള്ളത് നാം ഇവിടെ ഓർക്കേണ്ടത് ആവശ്യമാണ്. നോക്കുക, ഈ 2-ാം അധ്യായത്തിൽ ഭോജനയാഗത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് വരച്ചു കാണിക്കുന്നത്. ജീവിതം നമ്മൾ കണ്ടു. ചില യാഗങ്ങളിൽ പ്രത്യേകിച്ച് ദൈവം എടുത്തു പറഞ്ഞു ഹോമയാഗവും ഭോജനയാഗവും. പിതാവ് പുത്രന്റെ മരണവും പുത്രന്റെ ജീവിതവും വരച്ചു കാണിക്കുന്നു. എഫേസ്യർ 5:2
നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യമായ ഒരു വഴിപാടും യാഗവും. ആ വഴിപാടെന്നുള്ളത് നമ്മൾ ഓർക്കണം, അതിനകത്ത് രക്തമില്ല, അതിനകത്ത് മാംസമില്ല, അതിനകത്ത് പക്ഷികളില്ല. ആ വഴിപാടെന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഈ ലോക ജീവിതമാണ്. യേശുക്രിസ്തുവിന്റെ ഈ ലോക ജീവിതമാണ് വഴിപാട്. യാഗം എന്നുള്ളത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സമാധാന യാഗമെന്നാണ്. അപ്പോൾ ആ ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൽ എഫേസ്യർ 5:2 എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യമുള്ള വഴിപാടും ഭോജനയാഗവും സമാധാനയാഗവുമായി തീർന്നു. നമുക്കിനിയും ഈ വിഷയത്തിലേക്ക് വീണ്ടും കടന്നു വരാം. ദൈവം ഇവിടെ ഇത് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഒന്നുകിൽ നേരിയ മാവ്, അല്ലെങ്കിൽ കതിർച്ചുട്ട ഉതിർത്ത മണി. ഞാൻ വിശ്വസിക്കുന്നു, ഒന്ന് അവന്റെ ജീവിതം, മറ്റൊന്ന് അവന്റെ പുനരുദ്ധാന ജീവിതം. ദൈവം ഇത് ഗിഫ്റ്റ് ഓഫറിംഗ് ആണ്. ആ ദാനമായി നൽകിയ അതിൽ പുത്രന്റെ ഈ ലോക ജീവിതവും മരണവും അതുപോലെ പുത്രന്റെ പുനരുദ്ധാന ജീവിതവും നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. നമുക്ക് ദൈവത്തെ അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തും. നമ്മൾ കണ്ടു, അവൻ ഭൂമിയുടെ ഫലമാണ്. യെശയ്യാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഭൂമിയുടെ ഫലം, ഫ്രൂട്ട് ഓഫ് ദ എർത്ത്. ഈ ലോകത്തിൽ വന്ന് ജനിച്ച് വളർന്നു വന്ന ഫ്രൂട്ട് ഓഫ് ദ എർത്ത്, ദൈവം ഫലം എന്ന് പറയുന്ന വ്യക്തിത്വമാണ് യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം. ഇവിടെ നോക്കുക, നമ്മൾ കണ്ടു, കഴിഞ്ഞ ആഴ്ച പഠിച്ചു, എന്തെല്ലാം ചേർക്കണം, എന്തെല്ലാം ചേർക്കരുത്. നമ്മൾ അതിന്റെ വിശദീകരണത്തിലേക്ക് പോവുകയാണ്. ചേർക്കണം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, അതിൽ ചിലത് പഠിച്ചുകൊണ്ട് ഞാൻ അങ്ങ് വിടുകയാണ്. ആരെങ്കിലും യഹോവയ്ക്ക് ഭോജനയാഗമായി വഴിപാട് കഴിക്കുമ്പോൾ അവന്റെ വഴിപാട് നേരിയ മാവായിരിക്കണം. അവനതിൽ എണ്ണയൊഴിച്ച് കുന്തിരുക്കമിടണം. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ അടുക്കൽ അത് കൊണ്ടുവരണം. അവൻ മാവും എണ്ണയും ഒരു കൈ നിറച്ചും കുന്തിരുക്കം മുഴുവനും എടുക്കണം. പുരോഹിതൻ അത് നിവേദ്യമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാകും. നമ്മൾ കണ്ടു ഇവിടെ നിവേദ്യമായി, നിവേദ്യം എന്ന് പറഞ്ഞാൽ മെമ്മോറിയൽ, ആസ് എ മെമ്മോറിയൽ ഒരു കൈ നിറച്ചെടുത്ത് യാഗപീഠത്തിങ്കൽ അർപ്പിക്കണം. കൈ നിറച്ച് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്ന മാവിൽ നിന്ന് പുരോഹിതൻ ഒരു കൈ നിറച്ച് മാവെടുക്കുന്നു. ആ മാവിനകത്ത് എണ്ണയൊഴിക്കുന്നു, അതിനകത്ത് കുന്തിരുക്കം മുഴുവൻ ഇടണം. അത് മെമ്മോറിയലായി, നിവേദ്യമായി യാഗപീഠത്തിങ്കൽ കത്തിക്കണം. ഇതാണ് ഭോജനയാഗം. ഇവിടെ നമ്മൾ പഠിച്ചു, ആ നേരിയ മാവ് കർത്താവിന്റെ ക്യാരക്ടറിനെ കാണിച്ചതായിട്ട് നമ്മൾ കണ്ടു. ഫൈൻ ഫ്ലവർ, ഒരു തരിയും വലിപ്പമില്ല, ഒരു തരിക്കും വലിപ്പക്കുറവില്ല. കൈകൊണ്ടെടുത്തു നോക്കിയാൽ അത് നേരിയ മാവാണ്. എവ്രി പാർട്ട് ഈസ് ഫൈൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും. ഭൂമിയുടെ ഫലമായി ഈ ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രന്റെ ക്യാരക്ടർ പഠിച്ചാൽ ചില സമയത്ത് ചിലത് കൂടിയിരിക്കുകയും ചില സമയത്ത് ചിലത് കുറഞ്ഞിരിക്കുകയും ചെയ്യുകയല്ല. നമ്മൾ ഓർത്തതുപോലെ അവന്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും നീതിബോധമുള്ളപ്പോഴും സ്നേഹമുണ്ട്, സ്നേഹമുള്ളപ്പോഴും നീതിബോധമുണ്ട്. നമുക്ക് നീതിബോധം അങ്ങ് കൂടിയാൽ ചിലപ്പോൾ സ്നേഹം വിട്ടുകളയും. നമുക്ക് സ്നേഹം അങ്ങ് മൂടിയാൽ നമ്മൾ പല പാപങ്ങളും മറച്ചെന്ന് വരും. യേശുക്രിസ്തു അങ്ങനെയല്ല. അതിന്റെ മനോഹരമായ ഒരു ചിത്രമാണ് ആ നേരിയ മാവ്, ഭൂമിയുടെ ഫലമായ നേരിയ മാവ്. എണ്ണ ഒഴിക്കണം. നമ്മളിവിടെ വായിക്കുമ്പോൾ ഈ എണ്ണയുടെ പ്രയോഗം ഒരുപാട്, എണ്ണ ചേർക്കണം, എണ്ണ പുരട്ടണം, എണ്ണ ചേർത്ത് എണ്ണ ഒഴിച്ച് ഇങ്ങനെ വീണ്ടും അതിന്റെ ഭാഗത്തിൽ എണ്ണ, അങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ എണ്ണ ഒഴിക്കാനായിട്ട് പറയുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, എണ്ണ പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. ആത്മാവിനാൽ ഭൂജാതനായി, ആത്മാവിനാൽ നിറയപ്പെട്ടു, ആത്മാവിനാൽ നടത്തപ്പെട്ടു. മരണത്തിൽ ആത്മാവിനാൽ, നിത്യാത്മാവിനാൽ, എബ്രായർ 9:14 വായിക്കുന്നുണ്ട്, നിത്യാത്മാവിനാൽ
ദൈവത്തിന് നിഷ്കളങ്കനായി തന്നെ താൻ അർപ്പിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം വരെ ആത്മനിറവുള്ളവനായി, ആത്മാവിനാൽ നടത്തപ്പെടുന്നവനായി, ദൈവം അവൻ ആത്മാവിനാൽ നിറഞ്ഞു പ്രവർത്തിക്കുന്നതിന്റെ ചിത്രമാണ് എണ്ണ ഇതിനകത്ത് ഒഴിക്കാനായിട്ടും എണ്ണ മിക്സ് ചെയ്യാനായിട്ടും എണ്ണ പോർ ചെയ്യാനായിട്ടും മിങ്കിൾ വിത്ത് ഓയിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാൻ കഴിയും. നമ്മൾ അത് ചിന്തിച്ചത് കൊണ്ട് വിടുകയാണ്. മൂന്നാമത് പറഞ്ഞു, ആ കയ്യില് കുന്തിരുക്കം മുഴുവനും എടുക്കണം. നമ്മൾ അവിടെ വരെയാണ് ചിന്തിച്ചത്. കുന്തിരുക്കം മുഴുവനും എടുക്കണം. അതോട് പറഞ്ഞ് ഞാൻ വിടാം. നോക്കുക, കുന്തിരുക്കം ഫ്രാങ്കൻസെൻസ് വാസ്തവത്തിൽ ഇറ്റ് സിഗ്നിഫൈസസ് വൈറ്റ് കളർ. ഞാൻ കുന്തിരുക്കം എങ്ങനെയാ എടുക്കുന്നതെന്ന് കാണാൻ പോയിട്ടുണ്ട്. അതായത് ഞാൻ മസ്കറ്റിൽ പോയപ്പോൾ സലാല എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. യമനോട് അടുത്ത സ്ഥലമാണ്. ഈ സലാലയിൽ വഴിയരികിലും ഒക്കെ ഒരുപാട് മുന്തിരിയുണ്ട്, ഈ കുന്തിരുക്കമുണ്ട്. ഞാൻ സൗരന്മാരോട് പറഞ്ഞു, എനിക്കിത് കാണണം. അങ്ങനെ അവരെന്നെ കൂട്ടിക്കൊണ്ട് പോയി. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്തു. അവിടുത്തെ മാർക്കറ്റിൽ ഒരുപാട് കുന്തിരുക്കം ഇരിപ്പുണ്ട്. ശേബാരാജ്ഞി ശലോമോനെ കാണാൻ പോകുമ്പോഴൊക്കെ ഒരുപാട് കുന്തിരുക്കം കൊണ്ടുപോയത് ഇവിടെ നിന്നായിരിക്കണം ഇത് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, ഈ മാർക്കറ്റിൽ ഒരുപാട് കുന്തിരുക്കമുണ്ട്. ഇതിനകത്ത് വെള്ള നിറമുള്ള കുന്തിരുക്കമുണ്ട്. അത് അവർ കഴിക്കും. നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ. കുന്തിരുക്കം അവർ കഴിക്കും. അവിടെയുള്ള അറബികള് ആ കുന്തിരുക്കം കഴിക്കുന്ന കുന്തിരുക്കമാണ് വൈറ്റ് കളറിലുള്ള പ്യൂറായിട്ടുള്ള കുന്തിരുക്കം. ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്ക് കുന്തിരുക്കം എടുക്കുന്ന കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെന്നെ ഒരു കാറ് നിർത്തി ഒരു കുന്തിരുക്കത്തിന്റെ അടുക്ക ചെന്നു, മരത്തിന്റെ. എന്നിട്ട് കല്ലുകൊണ്ട് അവരത് ചതച്ചു വെച്ചു. ഞങ്ങൾ എന്നിട്ട് മുന്നോട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ അവിടെ കാറ് നിർത്തിയപ്പോൾ ഈ ചതച്ചു വെച്ചിടത്ത് നിന്ന് ഒരു 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 അതിനകത്തു നിന്ന് ഒരു കറ പോലെ ഒരെണ്ണം ഊറി വന്ന് അത് കുന്തിരുക്കം പോലെ ഇങ്ങനെ അത് പറ്റിപ്പിടിച്ചിരിക്കുക. ഞങ്ങളത് ഉരുട്ടിയെടുത്തു, സ്വന്തമായിട്ട് ഉരുട്ടിയെടുത്തിയേക്കണം. അപ്പൊ കുന്തിരുക്കം ഉണ്ടാക്കുന്നത് ഇതുപോലെ ചതയ്ക്കുമ്പോഴാണ്. ഇതുപോലെ ആ വൃക്ഷം മുറിക്കുമ്പോഴും ചതയ്ക്കുമ്പോഴും അതിൽ നിന്ന് ഊറി വരുന്ന ഒരു കറയാണ് ഈ കുന്തിരുക്കം എന്നുള്ളത് മനസ്സിലാക്കണം. അറേബ്യൻ രാജ്യങ്ങളിൽ ഇതുണ്ട്, പ്രത്യേകിച്ച് സലാല, മസ്കറ്റ് എന്ന് പറയുന്ന സ്ഥലം, സലാല എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ. എന്നാൽ ഇതിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇത് പൗരോഹിത്യത്തിന്റെ ചിത്രമാണ്. നമ്മുടെ കർത്താവ് ജനിച്ചപ്പോൾ പൊന്ന്, മൂര്, കുന്തിരുക്കം. പൊന്ന് അവന്റെ ദൈവത്വത്തെ കാണിച്ചു, മൂര് അവന്റെ മരണത്തെ കാണിച്ചു. കാരണം മൂര്, മിറ എന്ന് പറയുന്നത് മരണത്തിന് ഉപയോഗിക്കുന്നതാണ്. നമ്മള് 7 സഭകളുടെ ദൂത് പഠിച്ചപ്പോൾ സ്മിർന 200 വർഷം റോമൻ ചക്രവർത്തിമാരും കൊന്നുകൊണ്ടിരുന്ന സഭ. സ്മിർന എന്ന വാക്കിന്റെ അർത്ഥവും മൂരെന്നാണ്, കയ്പെന്നാണ്. മരണത്തിന് ഉപയോഗിച്ചതാണ് മൂര്. അതുകൊണ്ട് ഇവിടെ ഓർക്കണം, ഈ മൂര് പൊന്ന് ദൈവത്വത്തെ, മൂര് മരണത്തെ, കുന്തിരുക്കം അവന്റെ പൗരോഹിത്യത്തെ കാണിച്ചു, യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഈ കുന്തിരുക്കം നമ്മൾ ഇവിടെ ദൈവം എടുത്തു പറഞ്ഞു, ഒരു കൈ നിറച്ച മാവും ഒരു എണ്ണയും അതിനകത്ത് ഒഴിച്ചിട്ട് നിവേദ്യമായി ദൈവത്തിന് അർപ്പിക്കുമ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു, കുന്തിരുക്കം മുഴുവനും എടുക്കണം. ഫ്രാങ്കൻസിൻസ്, ഓൾ ഫ്രാങ്കൻസിൻസ്. ഈ കുന്തിരുക്കം മുഴുവനും എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഒന്നാമത് ആ തീയിലകത്തോട്ട് ഇത് ഇടുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, കുന്തിരുക്കം എത്രയും ഉണ്ടോ അത്രയും സുഗന്ധം അവിടെ നിന്ന് പൊങ്ങും. 2, ചൂട് എത്ര കൂടുന്നോ അത്രയും സൗരഭ്യം അതിൽ നിന്ന് ഉയരും. ഇത് കർത്താവിന്റെ മനോഹരമായ ചിത്രമല്ലേ? അവന്റെ ലോക ജീവിതത്തിൽ അവൻ കഷ്ടങ്ങൾ അനുഭവിച്ചപ്പോൾ, വേദന അനുഭവിച്ചപ്പോൾ, പരീക്ഷകളാൽ അവൻ ശോധന അനുഭവിച്ചപ്പോൾ, അവന്റെ വേദനയുടെ സന്ദർഭങ്ങളിൽ പിതാവായ ദൈവത്തിന് അവൻ സൗരഭ്യം കരയറ്റിക്കൊണ്ടിരുന്നു. നമ്മളൊന്ന് ഓർക്കണം, നമ്മുടെ ജീവിതത്തിലൊക്കെ കഷ്ടങ്ങൾ വരുമ്പോൾ കയ്പിന്റെ അനുഭവമാണ് പുറത്തു വരുന്നത്. കയ്പിന്റെ അനുഭവം. ലോകമനുഷ്യനാണ് ചീത്ത വിളിക്കുകയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അവന് പ്രശ്നങ്ങൾ കൂടുമ്പോൾ. എന്നാൽ ദൈവപുത്രന്റെ ജീവിതത്തിൽ ചൂടെത്ര കൂടിയോ, ആ യാഗപീഠത്തിന്റെ ചൂടെത്ര കൂടിയോ അത്രയും സൗരഭ്യം പിതാവായ ദൈവത്തിന് ഉയരും. നമ്മുടെ കർത്താവ് അനുഭവിച്ച ഓരോ കഷ്ടങ്ങളും നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓരോ കഷ്ടങ്ങളും ഈ ലോകത്തിൽ കർത്താവ് നേരിടുമ്പോൾ he converted it into incense to his God. അവൻ അനുഭവിച്ച ഓരോ കഷ്ടങ്ങളും it was an opportunity for him. അത് പിതാവിന് സൗരഭ്യം കരയറ്റുന്ന ഒരു വസ്തുതയാക്കി അവൻ തീർത്തുകൊണ്ടിരുന്നു. വണ്ടർഫുൾ.
നമ്മുടെ ജീവിതം പ്രശ്നമുഖരിതമല്ലേ? നമ്മൾ ഓരോ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നില്ലേ? നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നമുക്ക് അവിടെ കയ്പിന്റെ അനുഭവം കൊണ്ടുവരാം. നമുക്കവിടെ പിറുപിറുപ്പിന്റെയും കയ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒക്കെ അനുഭവം കൊണ്ടുവരാം. എന്നാൽ യേശുക്രിസ്തു എന്താ ചെയ്തത്? യേശുക്രിസ്തു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആ ചൂട് കൂടുമ്പോ തന്റെ പിതാവിന് അവിടെ സൗരഭ്യം കരയറ്റിക്കൊണ്ടിരുന്നു. The problems he converted into incense to his God. ഒരിക്കൽ പോലും കയ്പിന്റെ അനുഭവം അവനിൽ നിന്ന് വന്നില്ല. ദൈവത്തിന് മണക്കുവാൻ കഴിയുന്ന സൗരഭ്യം മാത്രമാണ് അവന് കടന്നു വന്നത്. അതുകൊണ്ട് പിതാവായ ദൈവം പറഞ്ഞു, അവന്റെ ഓർമ്മയ്ക്കായി മെമ്മോറിയൽ, നിവേദ്യമായി അവന്റെ ഓർമ്മയ്ക്കായി യാഗമെടുത്തെങ്കിൽ കൈ നിറച്ച് ആ മാവെടുത്ത് അർപ്പിക്കുമ്പോൾ ആ കുന്തിരുക്കം മുഴുവനാണ് അർപ്പിക്കാൻ പറഞ്ഞു. ഇറ്റ് ഈസ് എ റിമൈൻഡർ. ദൈവത്തിനെ ഭൂമിയിൽ അനുഭവിച്ച മനോഹരമായ ഒരു കാര്യമാണ്. നോക്ക, ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടിയുണ്ട് ചേർക്കേണ്ടത്. 13-ാമത്തെ വാക്യം നമ്മൾ ഇത്രയും ഏതാണ്ട് പഠിച്ചതാണ്. 13-ാം വാക്യം നോക്കട്ടെ. നിന്റെ ഭോജനത്തിൽ ഉപ്പ് ചേർത്ത്, നിന്റെ ദൈവത്തിന്റെ നിയമത്തിന്റെ ഉപ്പ് ഭോജനയാഗത്തിൽ ഇല്ലാതിരിക്കുന്നത് എല്ലാ വഴിപാടിലും ഉപ്പ് ചേർക്കണം. 13-ാം വാക്യത്തിൽ എടുത്തു പറഞ്ഞു ഉപ്പ് ചേർക്കണം. ആ 13-ാം വാക്യത്തിൽ 3 പ്രാവശ്യം എടുത്തു പറഞ്ഞു ഉപ്പ് ചേർക്കണം. വണ്ടർഫുൾ. എത്ര മനോഹരമായ ഒരു പഠനമാണ്. ഉപ്പ് ഒരു ചെറിയ പഠനം നമുക്ക് നടത്താം. എന്തിനാണ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ വരച്ചു കാണിക്കുന്ന യാഗത്തിൽ 3 പ്രാവശ്യം ഈ 13-ാം വാക്യത്തിൽ ദൈവം പറയുന്നു ഉപ്പ് ചേർക്കണം, നിയമത്തിന്റെ ഉപ്പ് ചേർക്കണം. നമ്മൾ ആദ്യം പഠിക്കണം, ഉപ്പ് മറ്റ് സാധനങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്. ഉപ്പ് മറ്റ് സാധനങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്. ഞാൻ വാക്യങ്ങളെല്ലാം എടുത്ത് വായിക്കുന്നില്ല. 1 യോഹന്നാൻ 1:7 അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഉപ്പ് ശുദ്ധീകരിക്കുന്നതാണ്. അവൻ നമുക്ക് വചനം തന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം, അതിന്റെ 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. വണ്ടർഫുൾ. നമ്മുടെ കരങ്ങളിൽ നമുക്ക് തന്ന വചനം, അവൻ നമ്മോട് സംസാരിച്ച വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഇവിടെ നമ്മൾ ഓർത്തേ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിച്ചു. ദിനംതോറുമുള്ള ജീവിതത്തിൽ അവന്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു. അതിന്റെ ഓർമ്മ, ആ ശുദ്ധീകരിക്കുന്ന ഉപ്പ് ഭോജനയാഗത്തിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത് ഉപ്പ് രുചി വരുത്തും. നമുക്കറിയാം, ഉപ്പ് ചേർത്ത കറിയും ഉപ്പ് ചേർക്കാത്ത കറിയും. ഉപ്പ് അത് ജീവിതത്തിൽ ആ ഉപ്പ് കറികൾക്ക് ഭക്ഷിക്കുന്നതിന് രുചി തരുന്ന പോലെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കർത്താവ് ബഥനിയിലെ ഭവനത്തിൽ വന്നു. കണ്ണുനീരും സങ്കടവും നിറഞ്ഞു നിന്ന ഭവനം, മരണം തളം കെട്ടി നിന്ന ഭവനം, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അവിടെ എത്ര രുചികരമാക്കി മാറ്റി. കാനാവിലെ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോവുകയാണ്. ദൈവപുത്രൻ അവിടെ രുചിയും മണവും ഗുണവും ആ വെള്ളത്തിന് നൽകി. എന്റെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാക്കി രുചികരമാക്കി തീർത്തത് യേശുക്രിസ്തുവുമായിട്ടൊരു ബന്ധത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ. നമ്മൾ ഓർക്കുക, ഉപ്പ് ശുദ്ധീകരിക്കുന്നു. 2, ഉപ്പ് നമ്മളെ രുചി തരുന്നു. 3-ാമത് നമുക്കറിയാം, മലിനതയിൽ നിന്ന് സൂക്ഷിക്കുന്നതാണ് ഉപ്പ്. ഞാൻ ഇന്ന് രാവിലെ ഈ ഭാഗം എടുത്തപ്പോൾ, അതോ ഇന്നലെയാണോ എടുത്തപ്പോൾ ഞാൻ ഓർത്തു, പണ്ട് വീടുകളിൽ ഫ്രിഡ്ജില്ല. എൻ്റെ വീട്ടിൽ ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കല്യാണങ്ങളും അല്ലെങ്കിൽ സഭയുടെ യോഗങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ ഒക്കെ മാർക്കറ്റിൽ പോയി, അവിടെ ആഴ്ച 2 ദിവസമൊക്കെ ഉള്ളൂ മാർക്കറ്റ്, 2 ദിവസവും 3 ദിവസവും ഒക്കെ, ശനിയാഴ്ചയും ബുധനാഴ്ച. അന്നേരമാണ് മീൻ മേടിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ യോഗം ഞായറാഴ്ചയായിരിക്കും. ഈ മീൻ സൂക്ഷിച്ചു വെക്കാനായിട്ട് ഫ്രിഡ്ജില്ല. അന്ന് ഓർക്കുന്നുണ്ട്, ഈ മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്തിട്ട് ഉപ്പ് നല്ലപോലെ ഇടും. ഉപ്പ് കല്ലും ഉപ്പും നല്ലപോലെ ഇട്ടിട്ട്
ഈ മീന് അടച്ചവിടെ വെക്കുകയാണ്. ഒരു കേടും വരില്ല. പിറ്റേ ദിവസം എടുക്കുമ്പോൾ ആ മീന് കഴുകി ഉപ്പ് കളഞ്ഞെടുക്കുമ്പോൾ അത് ഫ്രഷ് ആയിട്ടിരിക്കും. എന്താ കാരണം? ഉപ്പ് കേടുകൂടാതെ സൂക്ഷിക്കുന്നു. ഉപ്പ് കേടുകൂടാതെ സൂക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അവസാന പ്രാർത്ഥന പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ 12-ാമത്തെ വാക്യം നോക്കിയാട്ടെ. അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ എനിക്ക് തന്നിരുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിനാ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു. എന്റെ സഹോദരന്മാരെ, നമ്മളെ സൂക്ഷിക്കുന്ന ഉപ്പ് കേടുകൂടാതെ സൂക്ഷിക്കും. നമ്മൾ ഓർക്കണം, ഉപ്പ് ശുദ്ധീകരിക്കുന്നു, ഉപ്പ് രുചി വരുത്തുന്നു, ഉപ്പ് മലിനതയിൽ നിന്നും ജീർണതയിൽ നിന്നും നമ്മളെ വിടുവിക്കുന്നു. എത്ര മനോഹരമാണ് നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞ ഈ നന്മകൾ. എത്ര മനോഹരമാണ് എന്നുള്ളത് ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വലുപ്പത്തിൽ ദൈവപുത്രന്റെ ജീവിതത്തെ വരച്ചു കാണിക്കുന്ന ഭോജനയാഗത്തിൽ ചേർക്കണം എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ ദൈവം ഇൻക്ലൂഡ് ചെയ്തു. നമ്മൾ കണ്ടു, നേരിയ മാവ്, എണ്ണ പരിശുദ്ധാത്മാവിൻ്റെത്, കുന്തിരിക്കം അവന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ വേദനയുടെ സന്ദർഭങ്ങളെ അവൻ ഉയർത്തിയ സൗരഭ്യം. 3, അതിനകത്ത് ഉപ്പ് ചേർക്കണം. എന്നാൽ ഒരു വാക്ക് നമുക്കൊന്ന് നോക്കാം. ആ 13-ാം വാക്യം വീണ്ടും നോക്കാട്ടെ. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അവിടെ വേറെ ഒരു വാക്ക് നമ്മൾ കാണുന്നു. നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം, നിന്റെ ദൈവത്തിന്റെ നിയമത്തിന്റെ ഉപ്പ്. ആ വാക്ക് കണ്ടോ? ദൈവത്തിന്റെ നിയമത്തിന്റെ ഉപ്പ്. എന്തിനാ അങ്ങനെ വിളിച്ചത്? ഈ ഉപ്പിന് എന്തിനാ നിയമത്തിന്റെ ഉപ്പ് എന്ന് വിളിച്ചത്? ദ സോൾട്ട് ഓഫ് കവനന്റ്, ഉടമ്പടിയുടെ ഉപ്പ്. ഒരു ചെറിയ പഠനം നമുക്ക് നടത്താം. സംഖ്യാപുസ്തകം 18-ാം അധ്യായം എടുത്താട്ടെ. സംഖ്യാപുസ്തകം 18-ാമത്തെ അധ്യായം, അതിന്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. നമ്പേഴ്സ് 18-19. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളിൽ ഉദർച്ചാർപ്പണങ്ങളെല്ലാം ഞാൻ നിനക്ക് നിന്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി തന്നിരിക്കും. യഹോവയുടെ സന്നിധിയിൽ നിനക്ക് നിന്റെ സന്തതിക്കും ഇത് എന്നേക്കും ഒരു ലവണ നിയമമാകുന്നു. It is a salt covenant. It is a salt covenant. 2 ദിനവൃത്താന്തം 13-5. 2 ദിനവൃത്താന്തം 13-ാം അധ്യായം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇസ്രായേലിലെ രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിനും അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്ക് നൽകിയിരിക്കുമെന്ന് നിങ്ങൾ അറിയേണ്ടതല്ലയോ? ദാവീദിനും അവന്റെ പുത്രന്മാർക്കും ഇസ്രായേലിന്റെ രാജ്യത്വം ലവണ നിയമത്താൽ ദൈവം കൊടുത്തു. എന്നെ എടുത്തു പറഞ്ഞു, എന്താ ഈ ലവണ നിയമം? സദാകാലത്തേക്ക് നൽകിയിരിക്കുന്നു. ലേവ്യ പുരോഹിതന്മാർക്ക് യാഗമർപ്പിക്കുന്ന വസ്തുക്കളിൽ ഉദർച്ചാർപ്പണം ചെയ്യുന്നതുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ലിഫ്റ്റ് ചെയ്യുന്ന ഉദർച്ചാർപ്പണമായി കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ. നമ്മള് യാഗങ്ങൾ പഠിച്ചു വരുമ്പോൾ ഇനി അത് കാണും. ചില ഭാഗങ്ങളൊക്കെ ഹീവ് ഓഫറിംഗും ഉണ്ട്, വേവ് ഓഫറിംഗും ഉണ്ട്. അതിൽ ഉദർച്ചയായി ഉയർത്തുന്ന, ദൈവസന്നിധിയിൽ ഉയർത്തി കാണിക്കുന്ന, ദൈവത്തിന്റെ കണ്ണുകളെ കാണുക എന്നും പറഞ്ഞ് ഉയർത്തുന്ന ഈ യാഗവസ്തുക്കളുടെ ഭാഗങ്ങളുണ്ടല്ലോ. അത് ലവണ നിയമത്താൽ ലേവ്യ പുരോഹിതന്മാർക്കും അവരുടെ മക്കൾക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭക്ഷിക്കാൻ കൊടുത്തു. ദാവീദിന് തന്റെ സിംഹാസനം ഒരു ലവണ നിയമത്താൽ സദാകാലത്തേക്കും ദാവീദിനും അവന്റെ മക്കൾക്കും ദൈവം കൊടുത്തു. ലവണ നിയമം എന്ന് പറയുമ്പോൾ അതായത് നമ്മള് നാട്ടിലൊരു ഒരു 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 കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മള് ആരെങ്കിലും ഒരു ഉപ്പ് ചോദിച്ചാൽ, ഇവിടെ എല്ലാവരും അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് നാട്ടില്, ഉപ്പ് കൈ കൊടുക്കത്തില്ല, അങ്ങോട്ട് വെച്ചു കൊടുക്കും, എടുത്തോണം. നാട്ടിൽ പറയുന്നത് ഉപ്പ് അങ്ങോട്ട് കൊടുത്താൽ വഴക്കുണ്ടാക്കുമെന്നാ പറയുന്നത്. എന്നാൽ യഹൂദനെ സംബന്ധിച്ച് ഉപ്പ് കൈകൾ മാറുമ്പോൾ അതൊരു ഉടമ്പടിയുടെ അല്ലെങ്കിൽ അത് ഒരു നിയമത്തിന്റെ ഒരു ചിത്രമാണ്.
ദൈവം പറയുന്നു ഇതിനകത്ത്, ഇവിടെ നമ്മൾ വായിച്ചു, അതിന്റെ 13-ാം വാക്യത്തിൽ വായിച്ചു, നിയമത്തിന്റെ ഉപ്പ് ചേർക്കണം. ആ ഉപ്പിന് നിയമത്തിന്റെ ഉപ്പ് എന്നാ പറയുന്നത്, കവനന്റ് ഓഫ് സോൾട്ട്. സോൾമാരെ, ഇതെന്തിനെയാ കാണിക്കുന്നത്? നമുക്ക് 2 കൊരിന്ത്യർ 1:20 വായിക്കാം. ഓ, നമ്മുടെ ഹൃദയം സന്തോഷിക്കേണ്ടതാണ്. 2 കൊരിന്ത്യർ അവിടെ നമ്മൾ വായിക്കുന്നു. ഈ ലവണ നിയമത്തിന്റെ പൊരുൾ വായിക്കുക. നമ്മളെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമീൻ എന്നും തന്നെ. വണ്ടർഫുൾ, പ്രൈസ് ദി ലോർഡ്. ആ വാക്ക് കണ്ടോ? എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. For all the promises of God in him are here, yes, and in him amen. യാതൊരു മാറ്റവുമില്ല. ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ, ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ തരുന്നു, എന്റെ അടുക്കൽ വരുന്നവൻ ഒരു നാളും നശിക്കില്ല, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, എന്റെ പുത്രനെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാറും. നമ്മെ നീതീകരിക്കുന്ന ദൈവമാണ് നമ്മളെ ശിക്ഷ വിധിക്കുന്നതാണ്. സാത്താനും അവന്റെ ഹോസ്റ്റിനും നമ്മുടെ മേൽ ഒരുപാട് കുറ്റം ചുമത്താൻ കാണും. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം എന്തെല്ലാം പരാജയങ്ങൾ സംഭവിച്ചു, ഞാൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു, ദൈവമുമ്പാകെ അടുത്തു വരാൻ കഴിയാത്ത പല പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്നെ തെരഞ്ഞെടുത്ത ദൈവം എന്നെ നീതീകരിക്കും, എനിക്ക് വേണ്ടി വാദിക്കും. എന്റെ ബലഹീനതകൾ കണ്ടുകൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്. ഞാൻ പലപ്പോഴും ആവർത്തിക്കാറുണ്ട്, പത്രോസ് തെള്ളിപ്പറയും മുമ്പ് യേശുക്രിസ്തുവിനെ അവൻ തെള്ളിപ്പറയുമെന്ന് അവൻ അറിയാം. അതുകൊണ്ട് ആ പത്രോസിനോട് പറഞ്ഞത്, നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തു. എന്തെല്ലാം വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഓർത്തു പോകുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ട സമയം, ഞാനൊരു ഉഴപ്പനായിട്ടൊക്കെ കോളേജിൽ നടക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു സീരിയസ് ബൈബിൾ സ്റ്റുഡൻ്റ് ആയി. അന്ന് തന്നെ എനിക്ക് ഈ പ്രവചന വിഷയങ്ങളിൽ താല്പര്യം തോന്നി. 74-ലെ സംഭവമാണ്. ഞാൻ ഈ പ്രവചന വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഭാവിയെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിച്ചം എൻ്റെ ഹൃദയത്തിൽ വന്നു. എനിക്ക് സംശയമായി, എനിക്കിതൊക്കെ സൗജന്യമായി തരികയോ, ദൈവം എനിക്കിതൊക്കെ സൗജന്യമായി തരാൻ പോവുകയാണോ? അയ്യോ, ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാനൊക്കുമോ? എനിക്ക് സംശയം തോന്നി. ഞാൻ തനിച്ചു പോയി ഒരിടത്തിരുന്ന് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എൻ്റെ മനസ്സിൽ സംശയം തോന്നി. ഇത്ര അനുഗ്രഹങ്ങൾ നീ സൗജന്യമായി എനിക്ക് തരികയാണ്, ഞാൻ ഒന്നും ചെയ്യാതെ തരികയാണ് എന്ന് വചനം പറയുന്നു. എനിക്ക് സംശയം. ഞാൻ സത്യം പറയാം, അന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് യാതൊരു സംശയം ഈ വിഷയത്തിലുണ്ടായിട്ടില്ല. എനിക്ക് സംശയം തോന്നിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്നുമില്ലാത്തെന്ന് പറഞ്ഞാൽ പാപിയായ എനിക്ക് എന്നെ വിശ്വസിച്ചു എന്ന ഏക കാരണത്താൽ എന്റെ പാപങ്ങൾ ക്ഷമിച്ച് എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ സൗജന്യമായി തരുമ്പോൾ ഒരുപാട് വാഗ്ദത്തങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ. എന്റെ സഹോദരന്മാരെ, നമ്മൾ ആത്മീയമായി വളർന്നു. നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമീൻ എന്നത്. For all the promises of God, ദൈവം നൽകിയ എല്ലാ വാഗ്ദത്തങ്ങളും, കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ ആ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോകും. എന്റെ ജീവിതത്തിൽ അബദ്ധങ്ങൾ വന്നു. എന്റെ കർത്താവിനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, കർത്താവേ, അത് തെറ്റാ ഞാൻ ചെയ്ത, എന്നോട് ക്ഷമിക്കണം. അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്, മാറ്റാൻ സാധിക്കില്ല. യെസ്, നമ്മോട് ചെയ്ത നിയമത്തിന്റെ ഉപ്പ് ദൈവപുത്രനാണ്. നമ്മോട് ദൈവം നൽകിയ സെക്യൂരിറ്റിയുടെയും ആ രക്ഷയുടെയും ഒക്കെ ഉറപ്പ് പുത്രനാണ്. എന്റെ സൗരന്മാരെ, എന്തൊരു വണ്ടർഫുൾ ആയിരുന്നു.
എന്നാലോചിച്ച് നോക്കിയേ, പഴയ നിയമ ഏടുകളിൽ ദൈവപുത്രന്റെ ജീവിതത്തെ വരച്ചു കാണിക്കുമ്പോൾ പിതാവായ ദൈവം 3 പ്രാവശ്യം നിർബന്ധമായി ഉപ്പ് ചേർത്തിരിക്കണം. ആ ഉപ്പിന് പേര് കൊടുത്തു നിയമത്തിന്. യാഗവസ്തുക്കളിൽ നിന്ന് ഉദർച്ചർപ്പണമായി അർപ്പിക്കുന്നത് ലവണ നിയമത്താൽ അഹരോനും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭക്ഷിപ്പാൻ ദൈവം കൊടുത്തു. ദാവീദിനോടുള്ള ബന്ധത്തിൽ ലവണ നിയമത്താൽ ആ സിംഹാസനം ദാവീദിനും ദാവീദിന്റെ മക്കൾക്കും ദൈവം കൊടുത്തു. നമ്മോടുള്ള ബന്ധത്തിൽ തന്റെ പുത്രനെ നമുക്ക് നൽകിയപ്പോൾ അവനോടൊത്ത് നമുക്ക് നൽകിയ എല്ലാ വാഗ്ദത്തങ്ങളും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ പ്രോമിസസ് ആണ്. എത്ര സന്തോഷിക്കാം നമുക്കില്ലേ? എത്ര ദൈവത്തിന് നന്ദി പറയാം. ഇത്ര നല്ല കർത്താവ്, ഇത്ര നല്ല വാഗ്ദത്തങ്ങൾ, വിശ്വസ്തത. ഞാൻ അവിടെ നിർത്തുകയാണ്. നേരിയ മാവ് ദൈവപുത്രന്റെ ക്യാരക്ടറിനെ കാണിച്ചു. എണ്ണ ഒഴിച്ചു, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ജനനം തൊട്ട്, അവൻ ജനിച്ചത് തൊട്ട് പരിശുദ്ധാത്മാവിനാൽ, മരിക്കുമ്പോൾ നിത്യാത്മാവിനാൽ ദൈവത്തിന്. പുനരുക്കം മുഴുവനും ഇടണം. അവന്റെ ജീവിതം മുഴുവൻ കഷ്ടങ്ങൾ നിറഞ്ഞതായിരുന്നെങ്കിൽ അവിടെയെല്ലാം പിതാവായ ദൈവത്തിന് എവറി ഓപ്പർച്യൂണിറ്റി he faced, he turned it into incense, sweet incense for God. അവൻ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും കഷ്ടങ്ങളും പിതാവായ ദൈവത്തിന് മഹത്വമായി അവൻ തീർന്നു. 3, ഉപ്പ് ചേർക്കണം. 4, നിർബന്ധമായി പറഞ്ഞു നിയമത്തിന് ഉപ്പ് ചേർക്കണം. സോൾട്ട് ഓഫ് കവനന്റ്, മാറ്റമില്ലാത്ത ഉടമ്പടിയുടെ എംബ്ലം. നമുക്ക് വാഗ്ദത്തങ്ങളുള്ളതൊക്കെ പുത്രനിലൂടെ ആമേൻ എന്ന് പറയത്തക്കവണ്ണം ദ ഷുവറിറ്റി നമുക്ക് മനസ്സിലാക്കി തരിക. അതവിടെ നിൽക്കട്ടെ. ഇനി ചേർക്കരുതെന്ന് ദൈവം പറഞ്ഞു. ഭോജനയാഗത്തിൽ നിരോധിക്കപ്പെട്ട നമുക്ക്, ഞാന് പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാതെ, മരിക്കുന്നത് വരെ മായാതെ കിടക്കുന്ന ഒരു പഠനമായിരിക്കും ഈ ധ്യാനം. യേശുക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ടിരിപ്പാൻ നമ്മളെ അനുവദിക്കും. അതിന് 11-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന ഭോജനവും പുളിപ്പുള്ളതും ഉണ്ടാക്കരുത്. പുളിച്ചത് ഒന്നും യാതൊരു വക തേനും യഹോവയ്ക്ക് ദഹനീയമായി ദഹിപ്പിക്കും. വളരെ നിർബന്ധമായി ദൈവം ഒരു കാര്യം പറഞ്ഞു: പുളിപ്പ് അരുത്, അതിനകത്ത് തേനും അരുത്. ഇത് ദൈവം അത് പഠിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. പുളിപ്പുള്ളിടത്ത് തേൻ കൂടെ ഉണ്ടെങ്കിൽ ഈ പുളിപ്പ് വർദ്ധിക്കും. ചിലരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പുളിച്ച മാവിനകത്തിന് ഈ പുളിപ്പ് എങ്ങനെ നിർത്താമെന്ന് ചോദിക്കുമ്പോൾ ആളുകൾ ചിലർ പറഞ്ഞു പഞ്ചസാര ഇടണോ. ഞാൻ പറയട്ടെ, പുളിപ്പിനകത്ത് മധുരത്തിന്റെ സാന്നിധ്യം പുളിപ്പ് കൂടുതലുണ്ട്. ഇവിടെ നമ്മൾ ഈ 2 കാര്യങ്ങൾ ചേർക്കരുതെന്ന് പറഞ്ഞൊന്ന് ശ്രദ്ധിക്കാം. പുളിപ്പ് ചേർക്കാൻ പാടില്ല. ബൈബിളിൽ പുളിപ്പില്ലാത്ത അപ്പം, പുളിപ്പില്ലാത്ത അപ്പം, ബൈബിളിൽ എവിടെയെങ്കിലും പുളിപ്പില്ലാത്ത അപ്പം എന്ന് കണ്ടാൽ അത് യേശുക്രിസ്തു. ലേവ്യ പുസ്തകം 23-ാം അധ്യായം എടുത്തിട്ട് നമ്മളിതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ വചനമൊക്കെ വളരെ വിപുലമായിട്ട് മാറും. 23-ാം അധ്യായം അവിടെ പെന്തിക്കോസ്ത് പെരുന്നാൾ നമുക്കറിയാം സഭയുടെ ബർത്ത്ഡേ ആണ്. സഭയുടെ ബർത്ത്ഡേയിൽ ദൈവം അവിടെ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ലേവ്യർ 23-ന്റെ 15-ാമത്തെ വാക്യം നമുക്ക് ദൈവം അനുവദിച്ചാൽ ഈ ഭാഗം പഠിക്കാം കേട്ടോ. യഹോവയുടെ 7 ഉത്സവങ്ങൾ പഠിച്ചാണോ നമുക്ക് പഠിക്കാം. ഇവിടെ നോക്കിക്കേ, അതിന്റെ 15-ാം വാക്യം, ശബത്തിന്റെ പിറ്റേന്നാൾ. ആ വാക്ക് നോക്കണേ, ശബത്തിന്റെ പിറ്റേന്നാൾ. 11-ാം വാക്യം നോക്കിക്കേ, നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബത്തിന്റെ പിറ്റേന്നാൾ പുരോഹിതന് നീരാജനം ചെയ്യണം. ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊടുക്കുമ്പോൾ ദൈവം നിർബന്ധിച്ചു ശബത്തിന്റെ പിറ്റേന്നാൾ. ശബത്ത് എന്ന് പറയുന്ന ഏത് ദിവസമാ? ശനിയാഴ്ചയാ. അതിന്റെ അടുത്ത ദിവസം ഏതാ? ഞായറാഴ്ചയാണ്. അപ്പൊ ഞായറാഴ്ച വേണം ആദ്യത്തെ കറ്റ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് നീരാജനം ചെയ്യാൻ.
ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അരിമത്യ യോസേഫിന്റെ കല്ലറയിൽ നിന്ന്, മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലത്തെ കൊയ്തെടുത്തത് എന്നാ? ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച രാവിലെ കേട്ട ശബ്ദം എന്താ? അവൻ ഇവിടെ ഇല്ല, അവൻ പുനരുദ്ധാനം പ്രാപിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ് അത് വരച്ചു കാണിക്കുന്നത്, ഈ ആദ്യഫല കറ്റ. ഇനി നമുക്ക് നോക്കാം, അതിന്റെ 15-ാം വാക്യം നോക്കിയേ. പെന്തക്കോസ്ത് പെരുന്നാളിനെ കുറിച്ച് പറയുക. ശബത്തിന്റെ പിറ്റേന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിന്റെ കറ്റ കൊണ്ടുവന്ന ദിവസം തന്നെ എണ്ണി 7 ശബത്ത് തികയാണ്. 7-ാമത്തെ ശബത്തിന്റെ പിറ്റേന്നാൾ. 7 ശബത്ത് എത്ര? ഒരു ശബത്ത് 7 ദിവസം കഴിയുമ്പോഴാണ്. അപ്പൊ 7 ശബത്ത് എന്ന് പറയുമ്പോൾ 7 7 49. അതിന്റെ അടുത്ത ദിവസം 50-ാം ദിവസം. പെന്തക്കോസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം 50th ഡേ എന്ന. 50th ഡേ. എങ്ങനെയാ 50th ഡേ ആകുന്നത്? യേശുക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചിട്ട് 40 ദിവസം അവൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. 40 ദിവസം. എന്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിന് കാത്തിരിക്കാൻ പറഞ്ഞിട്ട് അവൻ സ്വർഗാരോഹണം ചെയ്തു. അവർ എത്ര ദിവസം കാത്തിരുന്നു? 10 ദിവസം കൂടെ കാത്തിരുന്നു. 40ഉം 10ഉം 50. 50-ാം ദിവസം നമ്മൾ വചനത്തിൽ വായിക്കുന്നു, അപ്പോസ്തലപ്രവൃത്തികൾ, പെന്തിക്കോസ്ത് പെരുന്നാൾ വന്നപ്പോൾ, ഇംഗ്ലീഷിൽ വായിച്ചാൽ when the day of Pentecost has fully come എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാനം കഴിഞ്ഞ് കൃത്യം 50 ദിവസം കഴിഞ്ഞു. അന്ന് പെന്തിക്കോസ്ത് പെരുന്നാൾ അല്ലെങ്കിൽ ആത്മാവ് ഇറങ്ങി വന്നു. അതൊക്കെ ദൈവിക കലണ്ടറിൽ പറഞ്ഞതുപോലെ നടന്നു. പക്ഷെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അന്ന് ദൈവം പറഞ്ഞു നോക്കാട്ടെ, 16-ാം വാക്യം. 50 ദിവസം എണ്ണി പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. അടുത്തത്, നീരാജനത്തിന് 2 മാവ് കൊണ്ട് 2 നിങ്ങളുടെ വാസസ്ഥലത്ത് നിന്ന് കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ചതുമായിരിക്കണം. അത് യഹോവയ്ക്ക് ആദ്യമുള്ളത്. അപ്പത്തോടുകൂടെ 1 വയസ്സ് പ്രായമുള്ള ഊരുമില്ലാത്ത ചെമ്മരിയാട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇവിടെ നമ്മൾ വീണ്ടും നോക്കിയാട്ടെ, അപ്പത്തോടു കൂടെ. അപ്പം ഇവിടെ പറഞ്ഞു പുളിപ്പിച്ച് ചുട്ടത് വേണം പെന്തക്കോസ്ത് പെരുന്നാളിൽ. 2 അപ്പം. അതൊരപ്പത്തിന്റെ അളവ് എത്ര? 2 ഇടങ്ങഴി. ഞാൻ ചോദിച്ചോട്ടെ, 1 ഇടങ്ങഴി എന്ന് പറയുന്നത് ഒരാളിന്റെ അളവാണ്. 2 ഇടങ്ങഴി ഒരു ഗോത്രത്തിന്റെ അളവാണ്. 2 ഇടങ്ങഴി കൊണ്ട് 2 അപ്പം. വലിയ അപ്പമായിരിക്കും ഇല്ലേ? 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം ഉണ്ടാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ 2 ഇടങ്ങഴി മാവ് കൊണ്ടുള്ള 2 അപ്പം പെന്തക്കോസ്ത് പെരുന്നാളിൽ യഹൂദനെയും യവനനെയും, യഹൂദനെയും ജാതികളെയും ആത്മസ്നാനത്താൽ ഒന്നാക്കിയതിന്റെ ചിത്രമാണ്. എന്നാൽ അവിടെ ദൈവം പറഞ്ഞപ്പോൾ പുളിപ്പിച്ച് ചുട്ടതായിരിക്കണം ആ മാവ്. ദൈവജ്ഞാനം കണ്ടോ? ആ അപ്പത്തിനകത്ത് പുളിപ്പുണ്ട്. അതാരാ? ദൈവസഭ. ദൈവസഭയ്ക്കുള്ളിൽ പുളിപ്പുണ്ട്. പക്ഷേ അത് പുളിക്കത്തില്ല. എന്താ കാരണം? അത് പുളിപ്പിച്ച് ചുട്ടതാണ്. ചുട്ടു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? അപ്പം ഓവനിൽ വെച്ച് ചുട്ടാൽ എന്തോ സംഭവിക്കും? അതിനകത്തുള്ള പുളിപ്പങ്ങ് ചത്തുപോകും. പുളിപ്പ് ജീവിക്കുന്ന ഒരു സാധനമാണ് പുളിപ്പ്. ആ പുളിപ്പ് ചത്തുപോകുന്നത് കൊണ്ട് പുളിക്കത്തില്ല. അതാണ് ദൈവസഭ. എന്നാൽ യേശുക്രിസ്തുവിനെ വരച്ച് കാണിച്ചപ്പോൾ, സഭയെ വരച്ച് കാണിക്കുമ്പോൾ പുളിപ്പുണ്ടായിരിക്കണം, പക്ഷെ അത് ചുടണം. ആ ചുടുമ്പോൾ പുളിപ്പ് ചത്തുപോകും. എന്നാൽ യേശുക്രിസ്തുവിനെ വരച്ച് കാണിച്ചപ്പത്തിലോ പുളിപ്പ് ചേർക്കാൻ പാടില്ല. അവന് പുളിപ്പില്ല. 7-ാം അധ്യായമാണ്. 7-ാം അധ്യായം, ലേവ്യ പുസ്തകം 7-ാം അധ്യായം. അവിടെ സമാധാന യാഗത്തെ കുറിച്ച് പറയുമ്പോൾ 13-ാം വാക്യം നോക്കാം. അതിന്റെ 12-ാം വാക്യം, 11 തൊട്ട് വായിക്കാം. യഹോവയ്ക്ക് അർപ്പിക്കുന്ന സമാധാന യാഗത്തിന്റെ പ്രമാണമാവരുത്. അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നെങ്കിൽ അവൻ സ്തോത്രയാഗത്തോടു കൂടെ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും, എണ്ണ ചേർത്ത കുതിർത്ത നേരിമാവ് ഉണ്ടാക്കിയ ദോശകളും അർപ്പിക്കണം. സ്തോത്രമായുള്ള സമാധാനയാഗത്തോടു കൂടെ പുളിച്ച മാവ് കൊണ്ടുള്ള ദോശകളും ഭോജനയാഗം അർപ്പിക്കണം. എന്റെ സഹോദരന്മാരെ, ഇത് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അത് എന്തോ ചെയ്യണം? 14-ാം വാക്യം, യഹോവയ്ക്ക് നീരാജാർപ്പണമായിരിക്കണം, ഹീവ് ഓഫറിംഗ്. അപ്പം ഒരു ആള് സ്തോത്രയാഗമായി, സ്തോത്രം യാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? സ്തോത്രം പറയും. യഹൂദന്റെ മനസ്സിൽ നന്ദി നിറയുമ്പോൾ അവൻ സ്തോത്രയാഗം അർപ്പിക്കണം.
നമുക്ക് സ്തോത്രയാഗം അധരഫലമാകുന്ന സ്തോത്രയാഗം. ദൈവത്തിന് നമ്മള് ഭൗമികമായ യാഗങ്ങളല്ല അർപ്പിക്കുന്നത്. പുതിയ നിയമസഭ ആത്മിക യാഗം അർപ്പിക്കുമ്പോൾ അധരഫലം എന്ന സ്തോത്രയാഗം. പഴയ നിയമത്തിൽ അവർ ദൈവത്തോട് നന്ദി കാണിക്കാൻ സ്തോത്രമായുള്ള സമാധാനയാഗം അർപ്പിക്കുമ്പോൾ അവരുടെ കൈകളിൽ ഉയർത്തിപ്പിടിക്കുന്ന വസ്തുക്കൾ എന്താണെന്നറിയാമോ? പുളിപ്പില്ലാത്ത അപ്പം, പുളിപ്പില്ലാത്ത ദോശ. ഞാൻ പറഞ്ഞു, അതാരെ കാണിക്കുന്നു? യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. അതിന്റെ കൂടെ പുളിച്ച മാവ് കൊണ്ടുള്ള ദോശകൾ അർപ്പിക്കണം. അതാ നമ്മളിപ്പം പഠിക്കുന്നത്. അത് നമ്മളെ കാണിക്കുക. എന്താ അതിന്റെ അർത്ഥം? നീ നന്ദിയുള്ളവനായി നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ എന്റെ പുത്രനെ നീ ഉയർത്തും. പുളിപ്പില്ലാത്ത നിന്റെ പുത്രനെ നീ നന്ദിയുള്ളവനായി എന്റെ അടുക്കൽ വന്ന് എന്റെ പുത്രനെ ഉയർത്തുമ്പോൾ നീ പാപത്തിന് മരിച്ചവനായി ആ പുളിപ്പിനെ ചുട്ടിട്ട് ആ അപ്പം കൂടെ നമ്മെ കൂടെ അർപ്പിക്കും. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞത്? ഈ പുളിപ്പുള്ള അപ്പവും പുളിപ്പില്ലാത്ത അപ്പവും തമ്മിലുള്ള വ്യത്യാസം ദൈവജനത്തിൽ പറയുന്ന ഒരു ചെറിയ കാര്യം പോലും, പ്രത്യേകിച്ച് ഈ പഴയ നിയമത്തിൽ, അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന അർത്ഥം നമ്മൾ മനസ്സിലാകുമ്പോൾ ഇത് ദൈവശ്വാസ്യമാണ്. ഈ ദൈവജനം ഒരിക്കലും മനുഷ്യന് ഇങ്ങനെ എഴുതാനൊക്കത്തില്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം ഇതൊക്കെ എഴുതി വെച്ചിരിക്കും, വർണ്ണം പോലും തെറ്റാതെ. എന്തൊരു അത്ഭുതമല്ല! നമ്മുടെ ദൈവം എത്ര അത്ഭുതകാരായ ദൈവമാണ്. ദൈവവചനം എത്ര മഹത്വപൂർണമാണ്. അപ്പൊ പുളിപ്പ് ഇവിടെ എടുത്തു പറഞ്ഞു 11-ാം വാക്യം. നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാകും പുളിപ്പുള്ളതായി ഉണ്ടാക്കി, പുളിച്ചതൊന്നും യാതൊരു വക തേനും അർപ്പിക്കും. നമ്മള് ദീർഘമായ ഒരു പഠനത്തിന് വകയുണ്ട്. എനിക്കത് ദീർഘമായ പഠനത്തിന് പോകണോ എന്നറിയില്ല. പഴയ നിയമ ഏടുകളിൽ നോക്കിയാൽ 3 സ്ഥലത്തൊന്ന് പുളിപ്പ് മാറ്റാൻ പറഞ്ഞു. നിങ്ങൾ വേണേ നോക്കിക്കോ. പുറപ്പാട് ദിവസം 12:15. ഞാൻ പറയുന്നത് മാത്രമേ നോട്ട് ചെയ്താൽ മതി. പുറപ്പാട് ദിവസം 12:15. നിന്റെ വീട്ടിൽ പുളിപ്പ് കാണരുത്. വീട്ടിൽ. അതിന്റെ അർത്ഥം എന്നാ? യുവർ ഫാമിലി ലൈഫ്. നിന്റെ കുടുംബജീവിതത്തിൽ പുളിപ്പ് കാണരുത്. 13-7 അധ്യായത്തിന്റെ 7-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗം. നിന്റെ പക്കൽ പുളിച്ച പാവ് കാണരുത്. ദാറ്റ് ഈസ് യുവർ പേഴ്സണൽ ലൈഫ്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പുളിപ്പ് കാണും. 13-7 വാക്യത്തിന്റെ 2-ാം വാക്യം. നിന്റെ അതിർക്കകത്തെങ്ങും പുളിപ്പ് കാണരുത്. നീ ഏർപ്പെടുന്ന പ്രതലത്തിൽ ജോലിയിൽ എങ്ങും പുളിപ്പ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിന്റെ വീട്ടിൽ പുളിപ്പ് കാണരുത്. നിന്റെ കുടുംബജീവിതം. നിന്റെ പക്കൽ പുളിപ്പ് കാണരുത്. നിന്റെ വ്യക്തിപരമായ ജീവിതം. നിന്റെ അതിർക്കകത്തെങ്ങും പുളിപ്പ് കാണരുത്. അത് നീ ഏർപ്പെടുന്ന പ്രതലം. ഈ പുളിപ്പ് എന്തിനെ കാണിക്കുന്നു? 1 കൊരിന്ത്യർ 5:7. ആ പുളിപ്പിനെ പേർജ് ചെയ്യാൻ, അതായത് പഴയ പുളിമാവിനെ നീക്കിക്കളയുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. എന്താ കാരണം? അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയും. 1 കൊരിന്ത്യർ 5-ാം അധ്യായം നോക്കിയാണ്. പാപത്തിന്റെയും ദുഷ്ടതയുടെയും പ്രതീകമാണ് ഈ പുളിപ്പെന്ന് പറഞ്ഞു. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 6-ാം വാക്യം നോക്കിയേ. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു നിങ്ങൾ അറിയുന്നു. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവേ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ഇവിടെ കണ്ടോ? തിന്മയുടെയും ദുഷ്ടതയുടെയും പ്രതീകമാണ് ആ പുളിപ്പ്. യേശുക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്ന യാഗത്തിൽ യാതൊരു പുളിപ്പും ചേർക്കാൻ പാടില്ല. ദൈവസഭയെ വരച്ചു കാണിക്കുന്ന പെന്തിക്കോസ്ത് പെരുന്നാളിലെ അപ്പം പുളിപ്പുണ്ടെങ്കിലും അത് ചുട്ട പുളിപ്പാണ്. നമ്മളിൽ പാപമുണ്ടെങ്കിലും ആ പാപം ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ മരിച്ചിരിക്കുകയാണ്. ഇനിയും അത് പുളിക്കത്തില്ല.
എത്ര മനോഹരമായി ദൈവം ഈ കാര്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തി നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മളൊരു പുതിയ പിണ്ടമാകണം. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അടുത്തത് വരേണ്ടത് പുളിപ്പിനെ മാറ്റും. സൗന്മാരെ, ആ പുളിപ്പ് നമ്മൾ ഗലാത്യർ 5:9 വായിക്കുന്നു. അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. അല്പം പുളിപ്പ് നമ്മുടെ ജീവിതത്തിന്റെ കുടുംബ ജീവിതത്തിൽ നിന്ന്, വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന്, നാം ഏർപ്പെടുന്ന പ്രതലത്തിൽ നിന്ന് ഒരു ദൈവ പൈതലിന് കുഞ്ഞാടിനെ അംഗീകരിച്ച ആ പെസഹ കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ അതിലെങ്ങും പുളിപ്പ് കാണാനായിട്ട്. ഞാനൊരു പഠനം നടത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിനകത്ത് നിങ്ങൾക്ക് വേണേ പറഞ്ഞാൻ പോകാം. കർത്താവ് പറഞ്ഞ വാക്കാണ് പരീശന്മാരുടെ പുളിച്ചമാവായ കപടഭക്തി. ലൂക്കോസ് 12:1. അവ കപടഭക്തിയും പുളിച്ചമാവായിട്ടാ പറഞ്ഞു. പിന്നെ സദൂക്യരുടെ പുളിച്ചമാവ് ഉപദേശമാണ്. മർക്കോസ് 16:11 വാക്യം. പുനരുത്ഥാനമില്ല, ദൂതന്മാരുമില്ലെന്നൊക്കെ പറയുന്ന സദൂക്യരുടെ പുളിച്ചമാവ് സൂക്ഷിച്ചോളാൻ കർത്താവ് പറഞ്ഞു. മൂന്നാമത് കർത്താവ് പറഞ്ഞു ഹേരോദാവിന്റെ പുളിച്ചമാവ് സൂക്ഷിക്കാൻ. മർക്കോസ് 8:19. ഹേരോദാവും പീലാത്തോസും വൈരികളായിരുന്നു. ക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ അവരൊന്നായി. അത് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിന് വേണ്ടി ലോകത്തെ ടോളറേറ്റ് ചെയ്യുന്നതിന്റെ ചിത്രം. അപ്പൊ കർത്താവ് പറഞ്ഞു പരീശന്മാരുടെ പുളിച്ചമാവ് സൂക്ഷിക്കണം കപടഭക്തി, സദൂക്യരുടെ പുളിച്ചമാവ് സൂക്ഷിക്കണം ദുരുപദേശം, ഹേരോദാവിന്റെ പുളിച്ചമാവ് കർത്താവ് പറഞ്ഞു അത് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിന് വേണ്ടി പലതും കണ്ണടയ്ക്കുന്ന അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുന്നതിന്റെ ചിത്രം. അപ്പൊ ആ പുളിപ്പനുള്ള ബന്ധത്തിൽ നമുക്ക് പഠനം നടത്താൻ ഒന്നുകൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞൊരു 5 മിനിറ്റ് കൂടെ ഞാൻ എടുത്തോട്ടെ. ആ പാട്ടങ്ങ് തീരും. അതുകൊണ്ടാണ് യാതൊരു വക തേനും ചേർക്കരുത്. എന്താണ് ഈ തേന്? തേൻ സ്വാഭാവിക മധുരമാണ്, നാച്ചുറൽ സ്വീറ്റ്നസ്. ബൈബിളിൽ എന്തായി നാച്ചുറൽ സ്വീറ്റ്നസ്? യൂദായുടെ ലേഖനം 16-ാമത്തെ വാക്യം. യൂദായുടെ ലേഖനം 16-ാമത്തെ വാക്യം. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അടുത്ത ഭാഗം നോട്ട് ചെയ്യണേ. അവരുടെ വായ് വമ്പു പറയുന്നു, കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, സോപ്പിടുക. അങ്ങനെ ഒരു പറച്ചിലുണ്ട്, സോപ്പിടുക. അതായത് സോപ്പിടുക, മുഖസ്തുതി പറയുക. ഒരാളെ കയ്യിലെടുക്കണമെങ്കിൽ അവനെ പുകഴ്ത്തി പറയുക. പൗലോസ് പറയുന്നു, ഇവിടെ ഈ ലേഖനകർത്താവ് പറയുന്നു, ഞങ്ങൾ മുഖസ്തുതി ഉപയോഗിച്ചിട്ടില്ല. ഒരു വാക്യം കൂടെ നോക്കാം. 1 തെസ്സലോനിക്കർ 2:5. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപദേശമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. പൗലോസ് പറയുന്ന വാക്ക് നോക്കട്ടെ. ഞങ്ങൾ ഒരിക്കൽ പോലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ഒരിക്കലും മുഖസ്തുതി പ്രയോഗിച്ചിട്ടില്ല. ചക്രവാക്ക് മുഖസ്തുതി അത് നാച്ചുറൽ സ്വീറ്റ്നെസ് ആണ്. ഏത് മനുഷ്യനും ഇഷ്ടമാണ് അവനെ പുകഴ്ത്തി പറയുന്നത്. കർത്താവ് ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അവൻ വല്ലവരെയും പുകഴ്ത്തി പറഞ്ഞാണോ അവന്റെ പക്ഷത്ത് കൊണ്ടുവന്നത്? ഇന്നത്തെ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്തവർക്കറിയാം, ഈ ധാരാളം സോപ്പ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഈ മുഖസ്തുതി ഉപയോഗിക്കണം. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അതില്ലായിരുന്നു. എന്തൊരു മനോഹരമാണില്ലേ. ഞാനിവിടെ നിർത്തുന്നു. ആ ദൈവപുത്രന്റെ ജീവിതം വരച്ചു കാണിക്കാൻ ദൈവം ചേർക്കണമെന്ന് പറഞ്ഞതും ചേർക്കണ്ട എന്ന് പറഞ്ഞതും എത്ര അർത്ഥവത്താണെന്നുള്ളത് ഓർക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. ഇതെങ്ങനെ അർപ്പിക്കണമെന്നുള്ളത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.